ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇത് അവസാനത്തെ പാട്ടാണ്. റാപ്പിഡ് ഫയർ ആണ് ചോദ്യങ്ങൾ. അതെ, റാപ്പിഡ് റിവിഷൻ ആണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും എഴുതി കാണിക്കില്ല. ബഷീറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുക. അപ്പോ പിന്നെ ഞാൻ പൊക്കോട്ടെ, എനിക്ക് നാളത്തെ കുറച്ച് അത്യാവശ്യമായിട്ട് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ചോദ്യങ്ങൾ. നിഷാൻ ചോദ്യങ്ങളെല്ലാം നേരത്തെ പഠിച്ചത്, പുതിയ ചോദ്യങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? ബഷീറിന്റെ ഒരു കൃതിക്ക് ആദ്യത്തെ പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നായിരുന്നു. അതേ കൃതി തന്നെയാണ് ബഷീർ സ്വന്തം തറവാട്ട് വീട്ടിൽ വെച്ച് എഴുതിയത്. ഏതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യം അതിനകത്തുണ്ട്. പാത്തുമ്മയുടെ ആടിനകത്ത് ഏതാണ്? ഈ പെണ്ണുങ്ങളുടെ തലയിൽ നിലാവെളിച്ചമാണ്. അതുപോലെ ബഷീറിന്റെ അനിയൻ അബ്ദുൽ ഖാദർ ബഷീറിനോട് ചോദിക്കുന്ന ഒരു പ്രശസ്തമായ വാചകമുണ്ട്. ഇതിനകത്തെ ആഖ്യവും ആഖ്യാതവും ഒക്കെ എന്ത് ഗ്രാമർ ആ ചോദിക്കുന്നത് ഇതിനകത്താണ്, പാത്തുമ്മയുടെ ആടിനകത്താണ്. ഓക്കെ, ബഷീറിന്റെ പല കൃതികളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളുടെ പേരെന്താണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. പല വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞതാണ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ബഷീറിന് അദ്ദേഹം കൊച്ചിയിൽ സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേരെന്തായിരുന്നു? സർക്കിൾ ബുക്ക് ഹൗസ്. ഏതാ? സർക്കിൾ ബുക്ക് ഹൗസ്. അത് MD ആയിരുന്നു. ഓക്കെ, ബഷീറിന്റെ പ്രകൃതി സ്നേഹത്തെ വർണ്ണിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ പ്രശസ്തമായ ചെറുകഥ തേന്മാവ്. തേന്മാവാണ്. കൂടെ നീ പറയാൻ ഉദ്ദേശിച്ചത് ഏതാ? ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികളും ഉണ്ട്, തേന്മാവും ഉണ്ട്. ഓർത്തു വെക്കുക. അല്ല, ഭൂമിയുടെ അവകാശികളും കഥ തന്നെയാണ്. ഒരു കഥാസംഹാരത്തിന്റെ പേര് വന്നേ ഉള്ളൂ. തേന്മാവ് ഓർക്കണമെങ്കിൽ അതിനകത്ത് നായികയുടെ ഒക്കെ പേര് ഓർത്താലും മതി. മജീദും സുഹറയും ബാല്യകാലസഖി. റഷീദ്, അസ്മ, യൂസഫ് സിദ്ദിഖി. ഓക്കെ ഓക്കെ. ബഷീർ, കാരൂർ, മാധവിക്കുട്ടി, ഈ 3 പേരും ഒരേ പേരിൽ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഏതാണ്? പൂവൻപഴം. ബഷീറിനെ കുറിച്ച് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MN വിജയൻ. ബഷീറിന്റെ ഏറ്റവും ആദ്യത്തെ കഥ, ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം, തങ്കം, എന്റെ തങ്കം. ഓക്കെ. ബഷീർ എഴുതിയ ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം. ബഷീറിന്റെ പ്രിയപ്പെട്ട മരം മാംഗോസ്റ്റിൻ. ബഷീറിന്റെ പ്രശസ്തരായ മജീദ്, സുഹറ ഇവർ കഥാപാത്രങ്ങളായിട്ട് വരുന്ന നോവൽ ബാല്യകാലസഖി. വിശ്വവിഖ്യാതമായ മൂക്കിലെ നായകന്റെ ജോലി എന്ത്? ഷെഫാണ്, കുശിനിപ്പണിക്കാരൻ. അതെ. ബഷീറിന്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ. പ്രേമലേഖനത്തിലെ നായകനും നായികയും കേശവൻ നായരും സാറാമ്മയും. ബഷീർ മാല എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? MN കാരശ്ശേരി. ഉറക്കെ പറയണം, വിശദീകരിച്ച് പറയണം, എഴുതി കാണിക്കുന്നില്ല. ബഷീറിന്റെ ബേപ്പൂരിലെ വീടിന്റെ പേര് വയലാലിൽ വീട്. നേരത്തെയും തെറ്റിച്ചു. വയൽവാരം ശ്രീനാരായണ ഗുരുവിന്റെ വീടാണ്. വയലാലിൽ വീട്. ബഷീർ എഴുതിയ നാടകം കഥാബീജം. ഏതാ? ഉറക്കെ പറ. കഥാബീജം. ബഷീറിന്റെ നീലവെളിച്ചം എന്ന നോവൽ പിന്നീട് സിനിമയാക്കി. പേര്? ഭാർഗവി നിലയം. ഭാർഗവി നിലയം ആദ്യം സംവിധാനം ചെയ്തയാളുടെ പേര് A. വിൻസെന്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ബഷീർ ആദ്യമായിട്ടൊരു നോവൽ ഇംഗ്ലീഷിൽ എഴുതി, പിന്നീട് അത് മലയാളത്തിലേക്ക് ആക്കി. ഏതാണ്? ബാല്യകാലസഖി. ശരിയായ ഉത്തരം. ബഷീറിന്റെ പിതാവിന്റെ പേര് പറയാമോ? കായ് അബ്ദുറഹ്മാൻ. കുഞ്ഞാത്തുമ്മയാണ് മാതാവ്. ഓർത്തു വെക്കണം. പ്രേംപാറ്റ എന്ന ബഷീർ നോവലിന്റെ പ്രത്യേകത നോവലാണ്. ബഷീർ മരണശേഷം എഴുതിയതാണ്. യാ ഇലാഹി, പ്രേംപാറ്റ, ജീവിതം ഒരനുഗ്രഹം. ബഷീർ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. ബഷീറിന്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം EM അഷ്റഫ് രചിച്ചിട്ടുണ്ട്. പേര് പറയാമോ? ബഷീറിന്റെ ഐരാവതങ്ങൾ. ശരിയായ ഉത്തരമാണ്. ബഷീറിന്റെ കൃതിയായ ഒഴിഞ്ഞ വീടിൽ ആരെയാണ് ബഷീർ ഒരു ചിത്രകാരനായി സങ്കല്പിച്ചിരിക്കുന്നത്? ചങ്ങമ്പുഴയാണ്. ശരിയായ ഉത്തരവാണ്. അതുപോലെ മറ്റൊന്ന്, കുട്ടികൾക്ക് വേണ്ടി ബഷീറിനെ അറിയാൻ വേണ്ടിയുള്ള ഒരു പുസ്തകം കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. പേര് പറയാമോ? ഒരിടത്തൊരു സുൽത്താൻ. ആരാ? ബഷീറിന്റെ ഒരു പ്രസംഗം ഒരു പുസ്തകമായിട്ടുണ്ട്. ഏതാന്ന് പറയാമോ? ചെവിയോർക്കുക, അന്തിമ കാഹളം. ഓക്കെ. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആരാണ്? ONV കുറുപ്പ്. ബഷീറിനെ കുറിച്ച് ഫാബി ബഷീർ എഴുതിയ പുസ്തകം ഏതാ? ബഷീറിന്റെ എടിയെ. ശരിയായ ഉത്തരം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി എഴുതിയത് ആരാന്ന് പറയാമോ? ഡൊണാൾഡ് ഇ ആഷർ.
ബഷീറിന്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഡൊണാൾഡ് ഡി ആഷർ ആണ്. ബഷീർ മലയാളത്തിന്റെ ഡൊണാൾഡ് ഡി ആഷർ ബഷീർ മലയാളത്തിലെ സർഗ്ഗവിസ്മയം എഴുതിയത്. ബഷീർ കോഴിക്കോട് ജയിലിൽ നിരാഹാരം കിടന്നത് ആരുടെ മരണത്തിനെതിരെ? ഓക്കെ. കാടായിത്തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥ എന്ന് ബഷീറിന്റെ അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞത് ആര്? MN വിജയൻ. ആരാ? ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. ഒരു മനുഷ്യൻ ബഷീർ പോക്കറ്റടിക്കാരനെ കാണുന്നു. ആ പോക്കറ്റടിക്കാരന്റെ പേരായിട്ട് ബഷീർ സങ്കല്പിക്കുന്നത് ദയ. ബഷീറിന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് ബഷീറിന്റെ 100 ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ബഷീർ ചായയും ഓർമ്മയും എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫറാണ്. പേര് പറയാമോ? പുനലൂർ രാജൻ. ആരാണ്? പുനലൂർ രാജൻ. ബഷീറിനെ കുറിച്ച് 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് അദ്ദേഹമാണ്. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്. അതിന്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? MB പോൾ. ആരാണ്? MB പോൾ. ഓക്കെ. ഇതിലാണ് ബഷീറിന്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കണ്ടിരിക്കുന്നത്. P കേശവദേവ് ബഷീറിന്റെ ഏത് നോവലിനെ കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഇതിലാണ് ബഷീറിന്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കണ്ടിരിക്കുന്നത്. ജീവിത നിഴൽപ്പാടുകൾ. ഏതാണ് കൃതി? ജീവിത നിഴൽപ്പാടുകൾ. മറന്നുപോകരുത്. ബഷീറിന്റെ ഒരു കവിതയുടെ പേരാണ് അനശ്വര പ്രകാശം. ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഈ കവിത കാണാവുന്നത്? യാ ഇലാഹി. ചോദ്യോത്തര രൂപത്തിൽ പുറത്തു വന്ന ബഷീറിന്റെ കൃതി നേരും നുണയും. ഏതാ? ഓക്കെ. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഞാൻ എന്തിനാണ് ഫ്രീ ആകുന്നത്? എനിക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം? ബഷീറിന്റെ ഏത് നോവലിൽ? ഉത്തരം റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് പറഞ്ഞു. മതിലുകളിലാണ്. ബഷീർ ജയിലിന്റെ പശ്ചാത്തലമാക്കി എഴുതിയത് മതിലുകൾ. എന്നാൽ ജയിലിൽ കിടക്കുമ്പോൾ ബഷീർ എഴുതിയത് പ്രേമലേഖനം. മാറിപ്പോകരുത്. ഓക്കെ. ഒരു ചോദ്യമാണ്. 1943 പൂജപ്പുര ജയിലിൽ തടവിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ചോദിച്ചാൽ പ്രേമലേഖനമാണ്. ഓക്കെ. 1985 പ്രേമലേഖനം സിനിമയാക്കിയത് ആരാണ്? PA ബക്കർ. ഓർത്തു വെക്കണം. അത് കഴിഞ്ഞ് ബഷീറിന്റെ പ്രേമലേഖനം എന്നൊരു സിനിമ 2017 അനീഷ് അൻവർ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്തത്, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ബഷീറിന്റെ കൃതി ബാല്യകാലസഖി. മുട്ടത്ത് വർക്കി പുരസ്കാരം ഒന്നാമത്തത് കിട്ടിയത് OV വിജയനാണ്. രണ്ടാമത്തെ പുരസ്കാരം കിട്ടിയത് ബഷീറിനാണ് 1993. 1993 തന്നെയാണ് ബഷീറിന് വള്ളത്തോൾ അവാർഡ് കിട്ടുന്നത്. ആരാണത് ബഷീറിനൊപ്പം പങ്കിട്ടത്? ബാലാമണിയമ്മ. ബഷീർ സ്മാരകം എവിടെയാണ്? ബേപ്പൂരിലാണ്. എന്താണ് അതിന്റെ പേര്? ആകാശമിഠായി. അനീസ് ബഷീർ, ബഷീറിന്റെ മകൻ, ഒരു അധ്യായം എഴുതിയിരിക്കുന്നത് എവിടെയാ? സമുദ്രശിലയിലാണ്. സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയിലാണ്. ബാല്യകാലസഖി 1967 ആദ്യം സിനിമയാകുന്നു. ശശികുമാർ സംവിധാനം ചെയ്തു. ആരാണ് അതിൽ നായകവേഷം ചെയ്തത്? പ്രേം നസീർ. ശരിയായ ഉത്തരം. മതിലുകൾക്ക് ദേശീയ അവാർഡ് നേടിയ നടൻ മമ്മൂട്ടി. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. ഓക്കെ. കുഞ്ഞിപ്പാത്തുമായി നിസാർ അഹമ്മദ് ഒക്കെ ഏത് കഥയിലാണ് വരുന്നത്? ഏത് നോവലിൽ? എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ബഷീറിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളാണ് ടൈഗർ, അതുപോലെ മതിലുകൾ, ഉമ്മ, പോലീസുകാരന്റെ മകൾ തുടങ്ങിയവ. ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ബഷീർ കൃതി ഭൂമിയുടെ അവകാശികൾ. ഇത് ഒരു ജസ്റ്റ് ഒരു റിവിഷൻ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. കൂടുതൽ ബഷീറിന്റെ വീഡിയോകളായി വീണ്ടും വരുന്നതായിരിക്കും. ബഷീറിനല്ല, കൂടുതൽ വീഡിയോകളോ എല്ലാവരും നന്നായിട്ട് വിഷയത്തിനെ കുറിച്ച് എഴുതണമെന്ന് ഞാൻ പറയുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്നും ഇവനില്ലാതുകൊണ്ട് നിഷാൻ.